നമസ്കാരം. കിരീടം ടാസ്ക് നൂറ തൂക്കി. അതായത് വളരെ വലിയ ബ്രില്യന്റ് ഒരു കളി നൂറ കളിച്ചിരിക്കുകയാണ്. ഇന്നലത്തെ ടാസ്കിലൊക്കെ നമുക്കറിയാം നടന്നുകൂടി എങ്ങനെയാന്നുള്ളത്. പക്ഷെ ഇന്നലെ വൃത്തിയായിട്ട് മൂന്നാമത്തെ ടാസ്ക് എന്ന് പറഞ്ഞ പിന്നെ ഇത് വെച്ചിട്ട് ബോൾ വെച്ചിട്ട് കൊണ്ടുവന്ന ഒരു ഗാർഡൻ ഏരിയയിലെ ടാസ്ക് ഒനിയിലാണ് കറക്റ്റ് ചെയ്തത്. പക്ഷെ ഇന്ന് ഈ ക്യാപ്റ്റന്മാരോട് തമ്മിലുള്ള ഒരു ഫൈറ്റില്, അതായത് ഓപ്പോസിറ്റ് രണ്ട് കസേര ഒരു ചെറിയ ടേബിളിൽ ഇരിക്കുക, ഈ തൊപ്പി വെച്ചേക്കുന്നു, രണ്ടുപേരും തൊപ്പി വെച്ചേക്കുന്നു. ഈ കൃത്യമായ ഇതിനുള്ളിൽ തൊപ്പി ആര് ഫസ്റ്റ് എടുത്ത് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുടെ തൊപ്പി എടുത്ത് ഇപ്പുറത്തൊരു സ്റ്റാൻഡിൽ തൂക്കുന്നു. ഇതായിരുന്നു ടാസ്ക്. പക്ഷെ ആദ്യത്തെ ഭയങ്കര പിന്നെ ഇന്റലിജന്റ് ആയിട്ട് നൂറ ഇരിക്കുകയാണ്. നൂറയുടെ ആ കണ്ണും എല്ലാ തൊപ്പിയിലേക്ക് മാത്രം നല്ല ആക്ഷൻ കൊടുക്കാൻ വേണ്ടി ഇരിക്കുന്നു. ബസർ കേൾക്കുമ്പോൾ തന്നെ ഒനിയലിന്റെ ശ്രദ്ധ കിട്ടുന്നതിന് മുമ്പ് തന്നെ നൂറ ക്യാപ്പ് എടുത്ത് തൂക്കി എന്നുള്ളതാണ്. അതിനുശേഷം രണ്ടാമത്തെ ടാസ്ക് വരുമ്പോൾ ഒനിയലിന് അതിൽ ആദ്യത്തെ ഇച്ചിരി ഡിലേ വന്നു. രണ്ടാമത്തേതിനകത്തിൽ ഇതേ രീതിയിൽ സംഭവിച്ചില്ലെങ്കിലും ഇത് ചെയ്യുന്ന സമയത്ത് ഇപ്പുറത്തിരിക്കുന്ന ഒനിലിന്റെ സൈഡിൽ ഇരിക്കുന്ന സ്റ്റാൻഡ് തട്ടിക്കളയുന്ന ഒരു ഇത് വന്നു. ബിഗ് ബോസ് സമ്മതിച്ചില്ല. അങ്ങനെ മൂന്നാമത്തെ ഇതിൽ വരുമ്പോൾ അതിലാണ് നൂറയുടെ കളി നടന്നത്. കാര്യം നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങനെ തല താത്തി വെച്ചിട്ട് ഒരു 5 സെന്റിമീറ്റർ തലയങ്ങ് ഉയർത്തി. അപ്പോഴത്തേക്ക് ആ ഗ്യാപ്പ് ഉണ്ടായ സമയവും അവിടുന്ന് ക്യാച്ച് ചെയ്ത സമയവും ഏകദേശം ക്രിക്കറ്റിലെ പോലൊക്കെ തന്നെ ഭയങ്കര മൈന്യൂട്ടായിട്ടുള്ള സെക്കൻഡ്സ് കൊണ്ട് ആ ഇതെടുത്ത് പെട്ടെന്ന് ക്യാപ്പ് എടുത്ത് തൂക്കുകയായിരുന്നു. അങ്ങനെ നൂറ പൊളിച്ചിരിക്കുകയാണ്. നൂറ പൊളിച്ചിട്ട് അതിന്റെ സൂപ്പർ പവറുകൾ കിട്ടിയേക്കാണ്. 3 സൂപ്പർ പവറുകളും വേണമെങ്കിൽ ബിഗ് ബോസ് പറയുന്നു നൂറയ്ക്ക് എടുക്കാമെന്ന് പറയുന്നു. അതിൽ നൂറ സെലക്ട് ചെയ്തത് ഫാമിലി. നൂറയുടെ ഫാമിലിയൊക്കെ നമുക്കറിയാമല്ലോ. നൂറയ്ക്ക് ഫാമിലി ഒന്നും കൊണ്ടുവരുന്നില്ല. ഫാമിലി വരാൻ പറ്റാത്ത തോന്നുന്നു. അപ്പൊ നമുക്കറിയാമല്ലോ, ഒരു ലെസ്ബിയൻ ഒക്കെ ആണല്ലോ. അപ്പൊ അതുകൊണ്ടായിരിക്കും ആ പവറ് സത്യം പറഞ്ഞ ആവശ്യമില്ലാത്ത ഒരു വലിയ ഇതൊന്നുമല്ല. അല്ലെങ്കിൽ അത്രയും സ്നേഹിക്കുന്ന ആൾക്കാർക്ക് ആ പവർ കൊണ്ട് വലിയ ഗുണമുള്ളൂ. അതുകൊണ്ട് തന്നെ നൂറ എന്ത് ചെയ്തു, ബിന്നിക്ക് കൊടുത്തു. ഇനി അറിയാമല്ലോ, അവരുടെ നല്ലൊരു കപ്പിൾ ആണ് അവര്. ഇപ്പം ബിന്നിക്ക് ഭർത്താവിനെ കൊണ്ടുവന്ന് വേണേൽ ഒരാഴ്ച നിർത്തിയാൽ എന്തെങ്കിലുമൊക്കെ അവിടെ നടക്കും. പക്ഷെ ഇവരിവിടെ വന്നു കഴിഞ്ഞാൽ വേറെ പ്രശ്നം വെച്ചാൽ ഇവരുടെ കളി കോൺസെൻട്രേഷൻ ഫാമിലിയിലേക്ക് പോവും. പരാജയം വേണമെങ്കിൽ അഭിലാഷിനെ കൊടുക്കാമെന്നുള്ളൊരു ചർച്ച വന്നപ്പോൾ അഭിലാഷിന് താല്പര്യമില്ലെന്നാണ് അറിയാൻ പറ്റുന്നത്. എന്തായാലും ശരി, അഭിലാഷിനെ തഴഞ്ഞു. അഭിലാഷിന് ഭയങ്കരമായ വിഷമം ഉണ്ടായ ദിവസമാണ്. അഭിലാഷിന്റെ ഒരു ഇതിലേക്ക് വരുമ്പോൾ അത് ഭയങ്കരമായ വിഷമം ഉണ്ടായ ഒരു ദിവസമാണെന്ന് വേണം പറയാൻ. പിന്നെ ഈ നൂറ സെലക്ട് ചെയ്തത് നോമിനേഷൻ പവറും അതുപോലെ ഇമ്മ്യൂണിറ്റി പവറും. അപ്പൊ ഈ ഒരാഴ്ച കഴിഞ്ഞാൽ അടുത്ത 1 മാസം നൂറയ്ക്ക് അപ്പുറം ഒന്നും ആക്കാനില്ല. ബിഗ് ബോസിലെ കിടന്ന് വിലസം. ഇപ്പോൾ ഏതാണ്ട് റാങ്കിങ്ങിനാണല്ലോ 6-7 ഇങ്ങനെ ആ ക്രമത്തിൽ നിൽക്കുന്നതാണ് നൂറ. അപ്പൊ നൂറയ്ക്ക് അതിലേക്കും കിട്ടും, സപ്പോർട്ടേഴ്സ് വോട്ട് ചെയ്യും. ഇപ്പോൾ തന്നെ അനുമോളെ അവിടെ എന്തൊക്കെ ക്രൂശിച്ചു വെച്ചാന്ന് പറഞ്ഞാൽ അനുമോളാണ് വോട്ടിങ്ങിൽ. നൂറയും ഒക്കെ ആദിലയൊക്കെ സേഫ് സോണിലാണ്. എന്തിന് രേണുസുതി പോലും സേഫ് സോണിലാണ്. ഇനിയും ഈ പറയുന്ന ഒരിയില് ശൈത്യ ഇവരൊക്കെ തന്നെ ഡേഞ്ചർ സോണിലേക്ക്, ആര്യനൊക്കെ ഡേഞ്ചർ സോണിലേക്ക് പോകുന്ന അവസ്ഥയാണ്. മറ്റൊരു ബെറ്റിൽ കാണാം. നന്ദി, നമസ്കാരം.